ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മൾ പോയിട്ടുള്ളത് ഹത്തയിലോട്ടാണ്. ഹത്തയിലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഹത്തയിൽ എത്തിയിട്ടുണ്ട്. ഹത്ത ലൊക്കേഷൻ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹത്തായിൽ എത്തിക്കഴിഞ്ഞ ഒരു റൗണ്ട് ബോട്ടും ഒരു ഫോർട്ട് കളർ റൗണ്ട് ബോട്ട് കാണും. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിലെത്തും. ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ മഴ കഴിഞ്ഞ് 2-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന്നിട്ടുള്ളത്. പക്ഷേ അടിപൊളിയാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇപ്പോഴും അവിടെ വെള്ളമുണ്ട്. നല്ല പച്ചപ്പും നല്ല വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട്. ഹത്തയിൽ ഇപ്പോഴും വെള്ളമുണ്ട്. അപ്പം നമ്മളൊന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ പോയാൽ വെള്ളം ഉണ്ടാവുമെന്ന്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്കൊരു 3 മണി 4 മണി ആയിട്ടുണ്ടാവും. 3 മണി ആയിട്ടുണ്ടാവും. പക്ഷേ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്, എന്നാൽ പോലും വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് നടന്നു പോകണം. അപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ കുളിക്കാനുള്ള ഡ്രസ്സും പിന്നെ സ്ലിപ്പർ പോലത്തെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം വരാൻ. നല്ല കല്ലുകളൊക്കെ കൂടെ മുകളിൽ വേണം നടന്നു പോകാൻ. അപ്പോൾ ഷൂവും സോക്സൊന്നും ഇട്ട് വരണ്ട, ബുദ്ധിമുട്ടാണ് നടക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള വഴിയിലൂടെ നടന്നിട്ട് പിന്നെ 4 വീലറൊക്കെ ഉണ്ട്. 4 വീലർ ഇല്ലാത്തവർക്കും വരാട്ടെ, ലൊക്കേഷനിൽ എത്തിപ്പെടാൻ പറ്റും. 4 വീലർ ഇല്ലാത്തവർക്കും ഈ ലൊക്കേഷനിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മൾ വെയിലത്ത് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയി ലൊക്കേഷനൊക്കെ ഒന്ന് ആദ്യം പോയി കാണാം, വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഒക്കെ പോയി കണ്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണൊക്കെ കയ്യിൽ നിന്ന് വീഴുമെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം. നല്ല വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ലൊക്കേഷൻ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ ഉള്ളിലോട്ടൊരു വെള്ളച്ചാട്ടമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. എന്തോ ഒരു രസമായിരുന്നു അറിയോ. അപ്പോൾ രാവിലെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പറഞ്ഞു. ഉച്ചയായപ്പോൾ വെയിലായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ടൈമാണ് ഏറ്റവും ബെറ്റർ. അധികം ആളുകളില്ല. സ്ത്രീകൾക്കൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പല രീതിയിലാണ് ഈ വീഡിയോസ് എടുത്തിട്ടുള്ളത്. അത് ക്ഷമിക്കണം എന്ന് ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഫോൺ എന്തായാലും ബാഗിൽ എടുത്ത് വെച്ചിട്ടാണ് പോവുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിക്കുക, വഴിക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക, അപകടങ്ങളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലൊക്കേഷൻ ഞാനിടാം. അപ്പോൾ അവിടെ പോയിട്ട് ഈ വെള്ളം കെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, വെള്ളത്തിൽ ചാടി കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചൂട് നല്ലോണം കനക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റും. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. വഴുക്കലുണ്ടാകും, തല അടിച്ചൊന്നും വീഴരുത്. എന്ന് വെച്ചാൽ നല്ല പാറക്കല്ലുകളാണ്. അതിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ നടക്കാൻ. കണ്ടില്ലേ, ഇപ്പം അധികം ആളുകളില്ല. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ നല്ല ആളുകൾ വൈകുന്നേരം ആയപ്പോഴത്തേന് ആളുകൾ കൂടി തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് കയറിപ്പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇവിടെ വേറെ അപ്പുറത്തൊക്കെ ഇനിയും വെള്ളമുണ്ട്, അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ആഴം കുറഞ്ഞ സ്ഥലവും കുറച്ചൊരു ഓപ്പൺ അല്ലാത്തൊരു പ്ലേസ് പോലുള്ള സ്ഥലം ഇതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഒരു ഏരിയയിൽ, ഇതിനൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ വരെ 4 വീലർ 2 വീലർ വരും. 4 വീലർ എങ്ങോട്ടും പോകുമല്ലോ. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി വരണം. പിന്നെ 4 വീലർക്കാണെങ്കിൽ താഴോട്ട് ഇറക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട്, അതായത് ഈ ലൊക്കേഷനൊക്കെ ആദ്യമായിട്ട് കാണുന്നത്, ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാകും. ഇൻസ്റ്റയിലും അവിടെ ഇവിടെ റീൽസിലൊക്കെ ലൊക്കേഷൻ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ ഇഷ്ടമാകുകയാണെങ്കിൽ ഇത് പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ UAE ഫാമിലീസും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടും. നല്ല വഴുക്കലുണ്ട് കേട്ടോ. ഞാൻ ഓരോ കാലും പതിയെ ഓരോ കല്ലിൽ നോക്കിയിട്ടാണ് വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചില കല്ല് വഴുക്കലുണ്ട്, ചില കല്ലിൽ വഴുക്കും. നല്ല രസം, നല്ല ക്ലീൻ നീറ്റ് വാട്ടറാണ് കേട്ടോ. അതിലൊരു സംശയമില്ല. നിങ്ങൾക്ക് കുളിക്കാനുള്ള ഡ്രസ്സും കുളി കഴിഞ്ഞിട്ട് ഇടാനുള്ള ഡ്രസ്സും എല്ലാം എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. അല്ല, ഇതിൻ്റെ മുകളിൽ നമ്മൾ വണ്ടി നിർത്തിയ ഒരു ഏരിയയിലൊരു ബാത്റൂമുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ രാവിലെ വരുന്നൊരു ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു വന്നോളൂ. ഹത്ത ടൗണിൽ അധികം ഒന്നുമില്ല, അത്ര വലിയ ദൂരമൊന്നുമില്ല. ഹത്ത ടൗണിൽ നിന്ന് അടുത്താണ്. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പകലൊക്കെ വരുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. ഈവനിങ് നിങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 4 മണിക്ക് ശേഷം ഇറങ്ങിയാൽ മതി എന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഒരുപാട് തിരക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ അവർക്ക് ഇവിടെ ഈ കുറേ ആളുകളാകുമ്പോൾ അവർക്കിവിടെ എൻജോയ് ചെയ്യാൻ ചിലവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം പിന്നെ ഇതിൻ്റെ വേറെയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കറങ്ങി ഇങ്ങ് പോന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.